എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരെയും പോലെ തന്നെ എനിക്കും വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സിനിമയാണ് ARM. ജിതിൻ ഞങ്ങൾ ഒരുമിച്ച് സിനിമയിൽ തുടങ്ങിയ ആൾക്കാരാണ്. കുഞ്ഞിരാമായണത്തിലും ഗോദയിലൊക്കെ സഹസംവിധായകനായിരുന്നു ജിതിൻ. അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സംവിധാന സംരംഭം എന്നുള്ള നിലയിൽ എനിക്കും വളരെ പേഴ്സണലായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പം അഭിനയിക്കുന്നത് ടൊവിനോ. അപ്പോൾ എല്ലാ രീതിയിലും ഈ സിനിമയുടെ വിജയം ഒരുപാട് സന്തോഷം നൽകുന്നുണ്ട്. ജിതിൻ്റെ ആ ഒരു ജേണി ആദ്യം മുതലേ തന്നെ നേരിട്ട് അറിഞ്ഞ് കേട്ട് കണ്ടുവന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സക്സസ് ഭയങ്കരമായിട്ട് ഡിസേർവ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ഈ ഒരു 100 crore നേടി ഇവിടെ എത്തി നിൽക്കുന്നു എന്ന് പറയുന്നത്, ഈ സിനിമ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ സക്സസ് നമ്മളെ തേടിയെത്തും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്, ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ARM. തീർച്ചയായിട്ടും സക്സസിൻ്റെ ഭാഗമാവാൻ എനിക്കും സാധിച്ചതിൽ ജിതിനോടും ഉള്ള ഇതിൻ്റെ റൈറ്റർ സുജിത്ത് ചേട്ടനോടും ടൊവിനോയോടും പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ചേട്ടനോടും UGM ഫിലിംസിനോടും മറ്റ് ടെക്നീഷ്യൻസ് എല്ലാവരോടുമുള്ള നന്ദി ഹൃദയത്തിൽ അറിയിച്ചു കൊള്ളുന്നു. താങ്ക് യു സോ മച്ച്. ഇവിടെ കുറച്ച് മെമൻറ്റോസ് നൽകാനുണ്ട്. അതിനുമ്പോൾ ആദ്യമായിട്ട് ഈ സിനിമയിലെ സംവിധായകനുള്ള മെമൻറ്റോ ബേസിൽ കൊടുക്കണമെന്നാണ് ഇത്തരത്തിലുള്ളൊരു രസകരമായൊരിത്. ഒരു ഗംഭീര കൈയ്യടിയോടുകൂടി സ്വാഗതം ചെയ്യാം ജിതിൻ ലാലിനെ വേദിയിലേക്ക്. തന്റെ ആദ്യ സിനിമ 100 കോടി കളക്ട് ചെയ്ത ആദ്യ സിനിമ, 100 ദിനം റൺ ചെയ്ത ആദ്യ സിനിമ. ബേസിൽ നിന്ന് എനിക്കൊന്ന് മാസ്റ്ററിൽ നിന്ന് ശിഷ്യൻ മെമൻറ്റോ സ്വീകരിക്കുകയാണ്. പ്രൗഡ് മൊമെന്റ്. എനിക്ക് തോന്നുന്നു ഞാനും ബേസിലേട്ടനും ഒക്കെ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് തുടങ്ങുന്നത്. ഞാൻ ആദ്യം വർക്ക് ചെയ്യുന്ന സിനിമ എന്നതിൻ്റെ മൊയ്തീനാണെങ്കിലും പക്ഷേ ഫസ്റ്റ് റിലീസാവുന്നത് കുഞ്ഞിരാമായണമായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് തുടങ്ങിയത്. ബേസിലേട്ടൻ്റെ ഒപ്പമായിരുന്നു തുടങ്ങിയത്. അപ്പോൾ ഒരു ചെറിയ റോളാണെങ്കിൽ പോലും സുരേഷ് എന്ന് പറയുന്ന ക്യാരക്ടർ കുറച്ച് ഡിഫറെൻ്റായിട്ട് ചെയ്യാനും എന്ന് നമുക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ബേസിലേട്ടൻ അതിഭംഗിയായിട്ട് തന്നെ ചെയ്തു. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ചെയ്ത സിനിമയുടെ പാർട്ടും ആയി എന്നുള്ള സന്തോഷമുണ്ട്. താങ്ക് യു ബേസിലേട്ടാ. ബേസിൽ ടൊവി വന്നിട്ടില്ലേ പോകുള്ളൂ അല്ലേ? ഓക്കെ, ബേസിൽ ഓക്കെ, ടൊവി വരുന്നതിന് തൊട്ട് മുമ്പ് കൂടെ കയറാൻ പറ്റുമെങ്കിൽ നോക്കാം. ഓക്കെ, ബേസിലെ ഒരു പടം ഗംഭീരമായിട്ട് നല്ല റിപ്പോർട്ടിൽ പോകുന്നുണ്ട്, പൊന്മാൻ. സോ അതും കൂടെ ഞാൻ ഇവിടെ പറഞ്ഞേക്കാം. ഒരു ഗംഭീര കൈയടി ഫോർ ബേസിൽ വൺസ് അഗൈൻ ഫോർ സ്ട്രൈക്കിംഗ് ഗോൾ. മൊമെന്റോസ് ആണ് ന്യൂ തിയേറ്ററിലുള്ള മൊമെന്റോ സ്വീകരിക്കുവാനായിട്ട് ഐ സോ വിശ്വാസ്. ഇന്ത്യൻ സിനിമയുടെ തന്നെ നമ്മൾ എക്കാലത്തെയും ചിന്തിപ്പിക്കുകയും വിസ്മയിപ്പിക്കുകയൊക്കെ ചെയ്ത നമ്മുടെ പ്രിയ സംവിധായകൻ ശ്രീ ബ്ലെസ്സി സാറിനെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കാൻ ആഗ്രഹിക്കുകയാണ്. A round of applause for this the ace director of Indian film industry, Lassi sir. ആടുജീവിതത്തിൻ്റെ വാർത്തകൾ ഇപ്പോഴും അവസാനിക്കുന്നില്ല. എല്ലാ പ്രാവശ്യവും നമ്മളിപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഈ ഒരു ചടങ്ങിൽ ബ്ലെസ്സിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ആമിൻ്റെ വിജയമായിട്ട് ബന്ധപ്പെട്ട് 2 വാക്ക്. അതോടൊപ്പം തന്നെ ബ്ലെസ്സി സാറ് ഇനി 2025-ലും 2026-ലൊക്കെ ഉറ്റുനോക്കുന്ന എന്തൊക്കെയാണ് സിനിമയിൽ നിന്നും കൂടെ എല്ലാവർക്കും കേൾക്കാനൊരു കൗതുകം കാണും. നമസ്കാരം. എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഒരു സമയമാണ്. പ്രത്യേകിച്ച് സംവിധായകൻ്റെ ആദ്യ സിനിമ ഇങ്ങനെ ആഘോഷിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനമുള്ള കാര്യമാണ്. ഞാൻ ഇതിനെ വിളിച്ച് പറയുമായിരുന്നു, ആദ്യത്തെ ഒരു പ്രോജക്റ്റ് തന്നെ ഇത്രയധികം വലിയ രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്ന് പറയുന്നത് അതിന് എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയ ഇതിൻ്റെ നിർമ്മാതാക്കളായ ലിസിനും ഡോക്ടർ സക്രിയയ്ക്കുള്ള നന്ദിയും സ്നേഹം അറിയിക്കുകയാണ്. പിന്നെ ബേസിലിനെ കുറിച്ച് നമ്മൾ ബേസിലിന് എനിക്ക് അവാർഡ് കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നതും അല്ലെങ്കിൽ മൊമെൻ്റോ കൊടുക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ്. ഇന്ന് ബേസിലിൻ്റെ സിനിമ ഇന്ന് റിലീസ് ചെയ്തു. കുറച്ചു മുമ്പ് അതിനെക്കുറിച്ച് ഒരുപാട് നല്ല സംസാരങ്ങൾ
കേട്ടതിന് ശേഷം നേരിട്ട് അഭിനന്ദിക്കാനൂടെ കഴിയുന്ന ഒരു അവസരമായിട്ട് ഇതിനെ കാണുവാണ്. അതിൻ്റെ മൊമെൻ്റ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സെമിനാർ നമ്മൾ കിടക്കുകയാണ്. ശ്രീ ബേസിൽ ജോസഫിന് ബ്ലെസ്സി സാർ കമന്റ് നൽകിയാണ്. ARM മൂവിയുടെ സക്സസ് സെലിബ്രേഷൻ. A round of applause for this wonderful moment, ladies and gentlemen, please. Thank you, Blessed sir. Thank you, Basil. Thank you, sir. ബ്ലെസ്സി സാറിൻ്റെ ഈ ഒരു മെമൻറ്റോ മേടിക്കാൻ ഇങ്ങനൊരു അവസരം ഒതുക്കിയതിൽ ഒരുപാട് സന്തോഷം. ബീങ് എ ഫാൻ പോയി ആടുജീവിതം വരെ ഉള്ള സിനിമകൾ അത്രയേറെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു സംവിധായകൻ എന്നുള്ള നിലയിൽ ബ്ലെസ്സി സാർ ഇങ്ങനെ ഒരു വേദിയിൽ ഇവിടെ എത്തുകയും ഈ ഒരു മെമൻറ്റോ നൽകുകയും ചെയ്തതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ജിതിൻ, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. താങ്ക് യു ബേസിൽ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എംബ്രാന്റെ ഫംഗ്ഷനിൽ വെച്ച് കണ്ടപ്പോൾ ലാലേട്ടൻ്റെയും മമ്മൂക്കയുടെയും ബാക്കിൽ ഇരുന്നുകൊണ്ട് വൻ മരങ്ങൾക്കിടയിൽ നിന്നൊരു കമന്റ് കണ്ടു. അതിനുശേഷമുള്ള ഒരു മുട്ട പപ്സ് ഇപ്പോൾ ആയിട്ട് ലോകം മൊത്തം ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ടൊവി ഉണ്ടായിരുന്നെങ്കിൽ ടൊവിയെ കൂടെ വിളിച്ച് സംസാരിക്കണം എന്നുണ്ടായിരുന്നു. ഇനി ബൈ ചാൻസ് ഇവിടെ ടൊവിയെ മിസ് ചെയ്യുകയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ, അല്ലെങ്കിൽ ആ മുട്ട പപ്സ് പിന്നെ എന്തായി? അവിടെ കഴിഞ്ഞു. അത് ഇത്രയും AI ഒക്കെ വഴി ചെയ്ത് മുട്ട പപ്സ് കഴിക്കുന്ന വീഡിയോ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ടെക്നോളജിയുടെ ഒരു വളർച്ചയെ ഇപ്പൊ കൈ കൊടുക്കാനൊക്കെ ഭയങ്കര പ്രശ്നം. ഞാൻ ടോയ്ക്ക് കറക്റ്റ് കിട്ടി. താങ്ക് യു ഒരു ഗംഭീര കൈഡി ഫോർ ബേസിൽ ജോസഫ്, റിയൽ